ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിൽ വന്നേക്കുവാണ്. ഇവിടുത്തെ കൃഷികളെല്ലാം കാണിച്ചു തരാവേ. ഈ കാണുന്നത് കറിവേപ്പിലയുടെ മരമാണ്. ഈ കാണുന്നത് ഇതിന്റെ കൊമ്പെല്ലാം ഒന്നിച്ച് വെട്ടി നിർത്തിയേക്കുവാണ്. ഇതിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ കാണുന്നത് ചീരയാണ്. ഇത് ചേമ്പാണ് കേട്ടോ. ഇതൊക്കെ തോരനൊക്കെ വെക്കുന്ന ചേമ്പാണ്. ഇത് വെള്ളരിക്കയാണ് ഈ കാണുന്നത്. ഇതിട്ട് കുറെ വെള്ളരിക്ക പിടിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് വഴുതനങ്ങ, ഇത് നമ്മുടെ മുളകും പിന്നെ കാന്താരി അതൊക്കെയാണ്. വെണ്ടയ്ക്ക ഉണ്ട്, പുതിന ഉണ്ട്. ഈ ഒരു കാന്താരിയിൽ കുറെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെയൊക്കെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും പിടിച്ചതാണ് ഇത്. കുറെ പറിച്ചായിരുന്നു കാന്താരി ഇവിടെ. ഇത് ഫുള്ള് നമ്മുടെ സ്റ്റെയറിന്റെ മുകളിലോട്ടാണ് കയറ്റിയേക്കണത്. പീച്ചിങ്ങ എവിടെ പീച്ചിങ്ങ ഉണ്ടോ? ഈ കാണുന്നത് റംബൂട്ടാന്റെ മരമാണ്. കുറെ പിടിച്ചിട്ടുണ്ട് റംബൂട്ടാൻ, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ പേരയ്ക്കയുടെ മരമാണ്. അതിൻ്റെ അകത്തും കുറെ ഉണ്ട് കേട്ടോ, വലുതായിട്ടില്ല. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പൊറോട്ടയും നല്ല സൂപ്പർ ബീഫ് കറിയുമാണ്. അപ്പൊ നമുക്ക് കഴിക്കാം. ഇനി ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കായലൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടനാടൊക്കെ കാണാൻ പോവാണ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ട് പുറകിൽ തന്നെയാണ് പുന്നമട കായല്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റോളം കാണത്തുള്ളൂ കേട്ടോ പുന്നമട കായലിലോട്ട്. ഈ കാണുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ബ്രിഡ്ജാണ്. ഇവിടെ ഞാനിപ്പം ഫസ്റ്റ് ടൈമാണ് വന്നേക്കുന്നത് ഈ ഒരു വശത്തേക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പാലം കാണാനായിട്ട്. ഇപ്പൊ രാവിലെ ഏകദേശം ഒരു 7:30 ആയിട്ടുള്ളത്. ഹൗസ് ബോട്ടൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ആ ദൂരത്ത് കാണുന്ന ഒരു ബിൽഡിങ് കാണാൻ പറ്റും. നമ്മുടെ ഏറ്റവും ടെറസിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ് കാണാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലൊക്കെ വന്നപ്പം ഹൗസ് ബോട്ടിലൊക്കെ പോയിരുന്നേ. എന്റെ ബ്രദറിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, വാച്ചാൻ ഗാസ്പ് എന്നാണ് കേട്ടോ ആ ഒരു ചാനലിന്റെ പേര്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രോൺ പറത്തുവാണ് വീഡിയോ എടുക്കാനായിട്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനിയിപ്പൊ നമുക്ക് പള്ളാത്തുരുത്തി ഭാഗത്തേക്ക് പോയി നോക്കാവേ. ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ റിസോർട്ടുകളാണ്. ഈ കാണുന്നത് ബോട്ട് ജെട്ടിയാണ്. ഈ ഒരു സൈഡിലായിട്ട് കുറെ ഷിക്കാരി വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഹൗസ് ബോട്ടിലാണ് പോയത്. അതിനു മുമ്പ് ഞങ്ങൾ ഈ ഒരു ഷിക്കാരി വള്ളത്തിലാണ് പോയിരുന്നത്.
ഇത് ആ കാണുന്നത് കുട്ടനാട് സർക്കാർ ബോട്ടുകളാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സർവീസ് നടത്തുന്നത്. ഇതിന്റെ പ്രധാന റൂട്ടുകൾ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് കുട്ടനാട്, അതായത് കൈനകരി, കാവളം ഭാഗങ്ങളാണ് കേട്ടോ ഉൾപ്പെടുന്നത്. പിന്നെ ആലപ്പുഴയിൽ നിന്ന് നേരെ നെടുമുടിക്ക് പോകും, അവിടെ നിന്ന് ചമ്പക്കുളം പോകുകയും രാവിലെ 6 മണിക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെയധികം ടിക്കറ്റ് റേറ്റ് വളരെയധികം കുറവാണ്. 20 രൂപ മുതൽ 50 രൂപ വരെ ഉള്ളു കേട്ടോ ഇതിന്റെ ചെലവ്. ഈ ഒരു വശത്ത് കുറെ ശിക്കാരി വള്ളങ്ങളുണ്ട്. അപ്പൊ ആലപ്പുഴയിൽ വരുമ്പം ആർക്കെങ്കിലും ഇങ്ങനെ ശിക്കാരി വള്ളത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നത്. അവിടേക്ക് വന്നാൽ മതിയേ. ഈ കാണുന്നതാണ് ആലപ്പുഴ ബസ് സ്റ്റാൻഡ്. ഇപ്പൊ നമ്മള് പള്ളാത്തുരുത്തി എത്തിയിട്ടുണ്ടേ. ഇത് നമുക്ക് രാജായിക്കാട് കടയില്ലേ, ആ കടയിലേക്ക് ഒന്ന് പോയി നോക്കാട്ടോ. ഇപ്പൊ തുറന്നിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുള്ളു. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇതെല്ലാം കൃഷിസ്ഥലങ്ങളാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് എല്ലാം വെട്ടി വെള്ളം കയറ്റി ഇട്ടേക്കുവാണ് കേട്ടോ ഈ ഒരു പാടത്ത്. ഇപ്പൊ ഈ ഒരു വെള്ളം കയറ്റി ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നിറച്ചും കൊക്കുകളുണ്ട്. കണ്ട, ഇതെല്ലാം കൊക്കുകളാണ്. ഇപ്പൊ ഞങ്ങൾ എത്തിയേക്കുന്നത് സീറോ ജെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ഇതിലെ വഴി കാണാനായിട്ട്. നല്ല കാറ്റും ഉണ്ട്. ഈ ഒരു വെള്ളത്തിന്റെ അടുത്തായതുകൊണ്ടാണ് കേട്ടോ നല്ല കാറ്റ്. ഈ ഒരു സൈഡിൽ കുറെ ഹൗസ് ബോട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഇവിടെ നിർത്തിയിടുമെന്ന് തോന്നുന്നു കുറച്ചു നേരം. അവിടെ സ്പീഡ് ബോട്ടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഹൗസ് ബോട്ടിന്റെ കൂടെ തന്നെ ഉള്ളതാണ് സ്പീഡ് ബോട്ട്. നമുക്ക് അതിന്റെ അകത്തുനിന്ന് തന്നെ ഇറങ്ങി ഒരു കുറച്ചു നേരം ഒരു സ്പീഡ് ബോട്ടിൽ കറക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ ഒരു ഹൗസ് ബോട്ടിൽ തന്നെ കയറാവേ. ഞങ്ങളപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം അങ്ങനെ എടുത്തിരുന്നു കേട്ടോ, ആ ഒരു ഓപ്ഷൻ എടുത്തിരുന്നു. എന്റെ വാപ്പാടെ വീടൊക്കെ ഈ ഒരു സൈഡിലായിരുന്നേ, പള്ളാത്തുരുത്തി സൈഡിലായിരുന്നു വീട്. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് രാജായിക്കാട് കട. നമുക്ക് നോക്കാം എന്തായാലും. ഇതാണ് രാജായിക്കാട് കട, രാജായിക്കാട് ചായക്കട.
അത് ക്ലോസ്ഡ് ആണ് കേട്ടോ, തുറന്നിട്ടില്ല. ഇനിയിപ്പോ നമ്മള് ചമ്പക്കുളത്തേക്കാണ് പോകുന്നത്. നമുക്ക് ചമ്പക്കുളം റൂട്ടൊന്ന് പോയി നോക്കാവേ. പോകുന്ന വഴികളിലൊക്കെ കുറെ താറാമുട്ടയും താറാവും അതിനൊക്കെ വിൽക്കുന്ന കുറെ ഷോപ്പുകളുണ്ട്. ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറ്റി ഇട്ടേക്കുവാണേ. ഇനി നമ്മൾ അടുത്തതായിട്ട് കയറുന്നത് ആ ഒരു പള്ളാതുരുത്തി പാലത്തിലേക്കാണ്. കുട്ടനാടിന്റെ കവാടം എന്നാണ് ഈ ഒരു പാലം അറിയപ്പെടുന്നത്. ഈ സൈഡിൽ കാണുന്ന കുറെ ഷോപ്പുകളിൽ താറാമുട്ടയും താറാവിറച്ചിയൊക്കെ കിട്ടും. ഇത് പുഴമീനും ഒക്കെ നമുക്ക് കിട്ടും കേട്ടാ ഈ ഒരു സൈഡില്. ഈ ഒരു സൈഡിലും മത്തിയാണ് കേട്ടോ ഒരു വലയെന്ന് അവരെടുത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു പാടം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അകത്ത് അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. വീഡിയോയില് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. ഇപ്പൊ ഞങ്ങൾ വന്നേക്കുന്നത് ചമ്പക്കുളം പള്ളിയിലാണ്. ഇവിടെ കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടനാടൻ മാർപ്പാപ്പയൊക്കെ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. ഈ ഒരു ചമ്പക്കുളം പള്ളി കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ്. കുട്ടനാടൻ മാർപ്പാപ്പ, കമ്മട്ടിപ്പാടം, വെള്ളം ഈ ഒരു പ്രദേശത്താണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഒരു പ്രദേശങ്ങളൊക്കെ കുട്ടനാടൻ മാർപ്പാപ്പയിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇത് കിണറാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു സൈഡിലായിട്ടൊക്കെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇതിന്റെ അടുത്ത് തന്നെ ഒരു ബോട്ട് ജെട്ടി ഉണ്ടേ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. ഇവിടെ നമുക്ക് കരിമീനിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ആ ചേട്ടനാണ് പറഞ്ഞത് ഇത് കരിമീനിന്റെ കുഞ്ഞുങ്ങളാണെന്ന്. ആ ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ബോട്ട് ജെട്ടിയിൽ നിൽക്കുന്ന കണ്ടിട്ട് അതിൻ്റെ അകത്ത് കയറാനാണോ എന്ന് അവർ ചോദിക്കുവാണേ. കയറാനാണെങ്കിൽ അവർ ഈ ബോട്ട് അടുപ്പിക്കും, ഇല്ലെങ്കിൽ അവരങ്ങോട്ട് പോകും. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് കയറാനല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ബോട്ട് അങ്ങോട്ട് പോയേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പാലമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ചക്കയൊക്കെ കിടപ്പുണ്ട് ഈ ഒരു മരത്തില്. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇനി തിരിച്ച് നടക്കുവാണേ. ഇത് ഇവിടെയുള്ള ഷോപ്പുകളൊക്കെ പയ്യെ തുറന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു 7:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ ഏകദേശം ഒരു 8:30-9 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഈ കാണുന്ന ബ്രിഡ്ജിന്റെ പേരാണ് പടഹാരം ബ്രിഡ്ജ്. കേരളത്തിലെ ഫസ്റ്റ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ആണ് കേട്ടോ ഇത്.
കണ്ടോ, ഇവിടെ താഴത്തൂടി നടക്കാനും പറ്റും, മുകളിലൂടെ വണ്ടിയും പോവുകയും, അങ്ങനത്തെ ഒരു ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് ഒന്നും കൂടി കാണിച്ചു തരാട്ടോ ഞങ്ങൾക്ക്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് കാണാനായിട്ട്. ഈ ഒരു റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് കുറെ ഷോപ്പുകളുണ്ട്. അവിടെ കുറെ താറാമുട്ടയും താറാവിറച്ചിയൊക്കെ കിട്ടുവേ. അപ്പൊ ഞങ്ങള് താറാമുട്ട വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് അങ്ങനെ ജർമ്മനിയിലെ താറാമുട്ട അങ്ങനെ കിട്ടാറില്ല. അപ്പൊ നമുക്ക് താറാമുട്ട വാങ്ങിക്കാം. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒന്നിച്ച് ചോറും കറിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. ചോറ്, പിന്നെ കേര ഫ്രൈ, കേര മുളകിലിട്ടത്, മോര് കാച്ചി, പിന്നെ ചീരത്തോരൻ, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടേ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരമൊക്കെ കിടന്നുറങ്ങി. അപ്പൊ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളിപ്പോ സിനിമയ്ക്ക് വന്നതാണ്. വാഴ 2 കാണാൻ വന്നേക്കുവാണ്. സൈർക്കുട്ടിയായിട്ട് ഫസ്റ്റ് ടൈം ആണ് തിയേറ്ററിൽ വന്നേക്കുന്നത്. സൈറുവിന് ഒരു 2.5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോയത്. ഇപ്പം അവൾക്കൊരു 6 വയസ്സായിട്ടുണ്ട്. കാരണം കുഞ്ഞിലെ അവളെ കൊണ്ടുവന്ന് അവള് അടങ്ങിയൊന്നും ഇരിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴാണ് അവളെ ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഞങ്ങൾ ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി പടമായിരുന്നു. അപ്പൊ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണണേ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വ്ലോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.